بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الدرس التاسع ومضامة الطارم دخل المدرس الفصل ووجد فيه 15 طالبا فقط അധ്യാപകൻ ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു ووجد فيه 15 طالبا فقط എന്നിട്ട് അവിടെ 15 വിദ്യാർത്ഥികളെ മാത്രമേയാണ് കണ്ടത്. فقال لهم അപ്പോൾ അവരോട് പറഞ്ഞു أين الطلاب الجدد الخمسة الذين جاءوا أمسي എവിടെയാണ് പുതിയ 5 വിദ്യാർത്ഥികൾ الذين جاءوا أمسي ഇന്നലെ വന്ന പുതിയ 5 വിദ്യാർത്ഥികൾ എവിടെയാണ്? قال عبد الله പറഞ്ഞു حضروا اليوم وخرجوا قبل قليل അവർ ഇന്ന് വന്നു കുറച്ച് മുമ്പ് പുറത്തുപോയി. ഹദറ എന്ന് പറഞ്ഞാൽ വരിക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ഹദറു അവർ വന്നു, അൽയൗമ എന്ന് ഇവിടെ വാവുൽ ജമാഅ അവർ എന്നുള്ള അർത്ഥത്തിലോട്ട് വരും. വഖറജു അവർ പുറത്തുപോയി, ഖബ്ല ഖലീലിൻ കുറച്ചു മുമ്പ്. അദുന്നു അന്നഹും ദഹബു ഇലൽ മുദീരി അവർ മുദീറിൻ്റെ അടുത്ത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അദുന്നു എന്ന് പറഞ്ഞാൽ വന്ന യദുന്നു പറഞ്ഞാൽ തോന്നുന്നു. ദഹബു അന്നഹും ദഹബു അവർ പോയി ഇലൽ മുദീരി. റജഅ തുല്ലാബുൽ ഖംസതു ബഅദ ഖലീലിൻ 5 വിദ്യാർത്ഥികൾ കുറച്ച് മുമ്പ് തിരിച്ചു വന്നു. റജഅ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. അത്തുല്ലാബുൽ ഖംസ ബഅദ ഖലീൽ കുറച്ച് ബഅദ ഖലീൽ കുറച്ച് ശേഷം, ബഅദ ഖലീലിൻ കുറച്ച് കഴിഞ്ഞ്. ഫഖാല ലഹുമുൽ മുദർരിസു അപ്പോൾ അവരോട് അധ്യാപകൻ പറഞ്ഞു. ഖാല എന്നുള്ള ഫിഅലിൻ്റെ ഫാഇല് അൽ മുദർരിസ് ആണ്. ഫഖാല ലഹും അൽ മുദർരിസു അഇലൽ മുദീരി ദഹബ്തും യാ അബ്നാഇ മുദീറിൻ്റെ അടുത്താണോ, പ്രിൻസിപ്പളിൻ്റെ അടുത്താണോ നിങ്ങൾ പോയത് കുട്ടികളെ? അപ്പോൾ ഇവിടെ ഹംസത്തുൽ ഇസ്തിഫാം ഉള്ളത് കൊണ്ടാണ് ഈ ദഹബ്തും ഇലൽ മുദീരി എന്നുള്ളതിന് ശേഷം വരുന്നത്. അഇലൽ മുദീരി ദഹബ്തും. ഖാലു അവർ പറഞ്ഞു നഅം ദഹബ്ന ഇലൈഹി അതെ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി. ലിഅന്നനാ മാ വജദ്ന അസ്മാഅനാ ഫിൽ ഖായിമതി കാരണം ഞങ്ങളുടെ പേരുകൾ ഖായിമ ലിസ്റ്റിൽ കണ്ടില്ല. ലിഅന്നന മാ വജദ്ന കാരണം ഞങ്ങൾ കണ്ടില്ല അസ്മാഅന ഞങ്ങളുടെ പേരുകൾ ഫി ഖായിമ ലിസ്റ്റിൽ. ജലസൽ മുദർരിസു വഖാൽ അധ്യാപകൻ ഇരുന്നു എന്നിട്ട് പറഞ്ഞു അഖറഅതും ദർസൽ അംസി യാ അബ്നാഇ ഇന്നലത്തെ പാഠം നിങ്ങൾ വായിച്ചോ ഓ കുട്ടികളെ? ഖാല തുല്ലാബു വിദ്യാർത്ഥികൾ പറഞ്ഞു നഅം അതെ. ഖറഅനാഹു വകതബ്നാഹു വഹഫിദ്നാഹു ഞങ്ങളത് വായിച്ചു, ഞങ്ങളത് എഴുതി മനപ്പാഠം ചെയ്തു. ഖറഅനാഹു വകതബ്നാഹു വഹഫിദ്നാഹു ഈ 3 ഫിഅലിൻ്റെ ഫായിലുകൾ ഈ നൂൻ വ അലിഫ. ഇത് ഖറഅനാഹു ഇതാണ്. ഖറഅന നൂനുൽ ഫായിലാണ് ഇവിടെ. ഖറഅനാഹു വകതബ്നാഹു വഹഫിദ്നാഹു നൽ ഫായിൽ. ഹു എന്നുള്ളതാണ് ദമീർ. ഈ ദമീറാണ് ഇതിൻ്റെ മഫ്ഊൽ ബിഹി. അപ്പം ന എന്നുള്ളത് ഫായിലും ഹു എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. ഖാലൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു അഫഹിംതുമൂഹു നിങ്ങൾക്കത് മനസ്സിലായോ? ഫഹിംതുമൂഹു ഫഹിംതും എന്നുള്ളതാണ് ഇതാണ് ഫായില്. ഹു എന്നുള്ളത് മഫ്ഊൽ ബിഹി. അതിൻ്റെ ഇടയിൽ വാവ് ചേർത്തിട്ടുണ്ട്. ഫഹിംതുമൂഹു. ഖാലു അവർ പറഞ്ഞു നഅം അതെ. ഫഹിംനാഹു ജയ്യിദൻ ഞങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലായി. അപ്പോൾ ന എന്നുള്ളത് ഫായിലും ഹു എന്നുള്ളത് മഫ്ഊൽ ബിഹി. മാ അസ്ഹല ഹാദ ദർസ ഈ പാഠം എത്ര എളുപ്പമാണ്. ഇത് ഉസ്ലൂബ് അത്തഅജ്ജുബാണ്. മാ അസ്ഹല മാ അഫ്അല എന്നുള്ളത്. ഖാല അബ്ദുറഹ്മാൻ പറഞ്ഞു അന മാ ഫഹിംതു ഫീഹി 3 കലിമാത്ത് എനിക്കതിൽ 3 വാക്കുകൾ മനസ്സിലായില്ല. മാ ഫഹിംതു. ഖാലൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു മാ ഹിയ അവ ഏതാണ്? ഖാല അബ്ദുറഹ്മാൻ പറഞ്ഞു ഖറഅനാ ഫി ദർസി ഹാദിഹിൽ ജുംല പാഠത്തിൽ ഈ ഒരു സെന്റൻസ് ഞാൻ വായിച്ചു. ആദ ജദ്ദി മിനൽ ഖുർത്തൂം എൻ്റെ വല്യുപ്പ ഖുർത്തൂമിൽ നിന്ന് തിരിച്ചു വന്നു. ആദ ജദ്ദി തിരിച്ചു വന്നു എൻ്റെ വല്യുപ്പ മിനൽ ഖുർത്തൂം. ഫമാ മഅന ഹാദിഹിൽ കലിമാത്തി 3 ഈ 3 വാക്കുകളുടെ അർത്ഥങ്ങൾ എന്താണ്? ഖാലൽ മുദർരിസു അധ്യാപകൻ പറഞ്ഞു ആദ മഅനാഹ റജഅ ആദ എന്ന് പറഞ്ഞാൽ റജഅ രണ്ടിൻ്റെ അർത്ഥം തിരിച്ചു വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വൽ ജദ്ദു മഅനാഹ അബുൽ അബി
ഔ അബുൽ ഉമ്മി. ജദ് എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉപ്പയോ എന്നാണ്. വൽ ഖുർത്തൂമു ആസിമത്തു സൂദാൻ. ഖുർത്തൂം എന്ന് പറഞ്ഞാൽ സൂദാന്റെ തലസ്ഥാനമാണ്. അഫഹിംത, എനിക്ക് മനസ്സിലായോ? ഖാല അബ്ദുറഹ്മാൻ പറഞ്ഞു അൽ ആന ഫഹിംതു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ثم فتح المدرس كتابه وقرأ درسا جديدا. അതിനുശേഷം അധ്യാപകൻ അവരുടെ പുസ്തകം തുറന്നു പുതിയ പാഠം വായിച്ചു. خلق الله الشمس والقمر والنجوم والأرض والبحار وخلق كل شيء. അല്ലാഹു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയെയും കടലുകളെയും സൃഷ്ടിച്ചു. وخلق كل شيء, എല്ലാത്തിനെയും സൃഷ്ടിച്ചു. وخلق الإنسان من طين, മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ثم قام وكتب هذا الدرس على السبورة. അതിനുശേഷം എഴുന്നേറ്റ് നിന്നു ഇത് ബോർഡിൽ, ഈ പാഠം ബോർഡിൽ എഴുതി. وكتب هذا الدرس على السبورة. ഈ സെന്റൻസിൽ ഖലഖ എന്നുള്ളതിൻ്റെ ഫായിൽ അള്ളാഹു എന്നുള്ളതും ഷംസ് ഖമർ ഇതെല്ലാം അതിൻ്റെ മഫൂൽ ബിഹിയാണ്. yani ഷംസ് എന്നുള്ള മഫൂൽ ബിഹി, ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ അത്ഫ് ചെയ്തതാണ്. ഖലഖ കുല്ല ഷൈ എന്ന് പറയുമ്പം ഖലഖ എന്നുള്ള ഫായില് ദമീർ മുസ്തത്തിറാണ്, അത് അള്ളാഹുവിലോട്ട് പോകും. പിന്നെ കുല്ല എന്നുള്ളത് മഫ്ഊൽ ബിഹിയും ഷൈ എന്നുള്ളത് അതിന് മുദാഫ് ഇലൈഹിയാണ്. ജമീൽ. റഫഅ മുഹമ്മദുൻ യദഹു വഖാൽ, മുഹമ്മദ് അവൻ്റെ കൈ പൊന്തിച്ചു. റഫഅ എന്ന് പറഞ്ഞാൽ പൊന്തിച്ചു, കൈ പൊന്തിച്ചിട്ട് പറഞ്ഞു മാ മഅന തീൻ യാ ഉസ്താദ്. തീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഖാല അൽ മുദർരിസു, അധ്യാപകർ പറഞ്ഞു അത്തീനു മഅനാഹു അത്തുറാബുൽ മുഖ്തലിതു ബിൽ മാഇ. തീൻ എന്ന് പറഞ്ഞാൽ തുറാബുൽ മുഖ്തലിതു ബിൽ മാ, മണ്ണും വെള്ളവും മിക്സാക്കിയതാണ്. മുഖ്തലിത്ത് പറഞ്ഞാൽ മിക്സാക്കുക, ഇഖ്തലത എന്നുള്ള വാക്കതാണ്. വറഫഅ ഫൈസലുൻ യദഹു, ഫൈസൽ അവൻ്റെ കൈ പൊന്തിച്ചു. ഫഖാല ലഹുൽ മുദർരിസു, അധ്യാപകൻ അവനോട് പറഞ്ഞു. ഫഖാല ലഹു അൽ മുദർരിസു, മുദർരിസാണ് ഇവിടുത്തെ ഫായിൽ. അഇൻദക സുആലുൻ യാ ഫൈസലു, നിനക്ക് ചോദ്യമുണ്ടോ ഫൈസലെ, എനിക്കൊരു ചോദ്യമുണ്ടോ? ഖാല ഫൈസൽ, ഫൈസൽ പറഞ്ഞു നഅം ഇൻദി സുആൽ, അത് എനിക്കൊരു ചോദ്യമുണ്ട്. അൽ ബിഹാറു ജമുൽ ബഹർ, ബിഹാർ എന്ന് പറയുന്നത് ബഹറിൻ്റെ ജമ്മാണോ? ഖാൽ മുദർരിസ് നഅം ഹുവ കദാലിക്, അതെ അതങ്ങനെയാണ്. ബിഹാർ കടലുകൾ, ബഹർ കടൽ. ഖാമൽ ഹസനു വഖാൽ, ഹസൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു മാ ജംഉ സമാഇ യാ ഉസ്താദു, സമാഇൻ്റെ ജമ്മ എന്താണ് ഉസ്താദെ? ഖാല അൽ മുദർരിസു ജംഉഹാ സമാവാതുൻ, അതിൻ്റെ ജമ്മ സമാവാത്ത് എന്നാണ്. ثم سأل المدرس الطلاب عدة أسئلة, അതിനുശേഷം അധ്യാപകൻ വിദ്യാർത്ഥികളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അൽ മുദർരിസ് മൻ ഖലഖക യാ ഇബ്രാഹിമു, നിന്നെ ആരാണ് സൃഷ്ടിച്ചത് ഓ ഇബ്രാഹിമേ? മൻ ഖലഖക, ഖലഖ കാഫാണ് ഇവിടുത്തെ മഫൂൽ ബിഹി. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഖലഖനി അല്ലാഹു, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്. ഈ ഫിഅലിലെ ഖലഖയുടെ ഫായിൽ അള്ളാഹു, ലഫ്ദുൽ ജലാല അള്ളാഹുവാണ്, അതിന് മഫൂൽ ബിഹി യാ ആണ്. ഇവിടെ ഈ നൂനിൻ്റെ പേരാണ് നൂനുൽ വിഖായ. നൂനുൽ വിഖായ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഫിഅലിന് ശേഷം യാ വരികയാണെങ്കിൽ ആ യാഇൻ്റെയും ഫെയിലിൻ്റെ ഇടയിൽ വരുന്ന നൂനാണ് നൂനുൽ വിഖായ എന്ന് പറയുന്നത്. ആ നൂനുൽ വിഖായ ഇവിടെ വരാൻ കാരണം അത് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കാഫ് ഫിഅലിൻ്റെ അവസാനത്തെ ഹർഫിനെ പിന്നെ യാഇൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിനെ കസ്റയാക്കേണ്ടി വരും. അപ്പോൾ ഫിഅൽ കസ്റ കൊണ്ട് അവസാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂനുൽ വിഖായ വരുന്നത്. ഈ നൂൻ വന്നിട്ട് ഖലഖീനാവും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖലഖനി അള്ളാഹ് നൂനുൽ വിഖായ വരുന്നത്. അപ്പോൾ ഖലഖനി അള്ളാഹു, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു മൻ ഖലഖകും യാ അബ്നായി, നിങ്ങളെല്ലാവരും സൃഷ്ടിച്ചത് ആരാണ് ഓ കുട്ടികളെ? അൽ ജമീഉ, ജമീഅ എല്ലാവരും പറഞ്ഞു ഖലഖന അള്ളാഹു, ഞങ്ങൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അവിടെ ന എന്നുള്ളതാണ് മഫൂൽ ബിഹി, അള്ളാഹു ഫാഇൽ. അൽ മുദർരിസ് മൻ ഖലഖനി യാ അബ്ബാസു, എന്നെ ആരാണ് സൃഷ്ടിച്ചത് ഓ അബ്ബാസെ? അബ്ബാസ് പറഞ്ഞു ഖലഖക അല്ലാഹു, നിങ്ങൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഫാഇൽ അള്ളാഹു എന്നാണ്, അതുകൊണ്ട് ദൊമ്മയാണ് അള്ളാഹു എന്നുള്ളത്. അപ്പോൾ ഖലഖന അല്ലാഹു എന്ന് പറയണം, ഖലഖക അല്ലാഹു എന്ന് പറയണം. അപ്പോൾ അത് ഫായിലാണുള്ളതിൻ്റെ അലാമത്താണ് ദൊമ്മ. അൽ മുദർരിസ് മൻ ഖലഖ ശംസ യാ അബ്ദുല്ലാഹ്, ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത് ഓ അബ്ദുല്ലാഹ്? ഇവിടെ യാ എന്നുള്ളത് ഹർഫു നിദാണ്. അപ്പം അബ്ദുല്ലാ എന്നുള്ള വാക്ക് അബ്ദല്ലാഹ് എന്നായി മാറി. അബ്ദുള്ള പറഞ്ഞു ഖലഖഹ അല്ലാഹു, ഷംസ് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് ഖലഖഹ അല്ലാഹു എന്ന് പറയും. അൽ മുദർരിസ് വമൻ ഖലഖൽ ഖമറ യാ അബ്ദുറഹ്മാനി,
ചന്ദ്രനെ ആരാണ് സൃഷ്ടിച്ചത് ഓ അബ്ദുറഹ്മാൻ? അബ്ദുറഹ്മാൻ പറഞ്ഞു ഖലഖഹുല്ലാഹു. അൽ ഖമർ മുദക്കർ ആയതുകൊണ്ട് ഖലഖഹു അല്ലാഹു. അൽ മുദ്രിസ് വമൻ ഖലഖ അൻ-നുജൂമ യാ അഹ്മദു. ആരാണ് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് ഓ അഹ്മദ്? അഹ്മദ് ഖലഖഹല്ലാഹു. അല്ലാഹു ആണ് അതിനെ സൃഷ്ടിച്ചത്. ഇവിടെ ഹ എന്ന് പറയാൻ കാരണം നുജൂം എന്നുള്ളത് ജംഉ ഗൈർ ആഖിലായതാണ്. യാനി നജ്മ് നുജൂം ജംഉ ഗൈർ ആഖിൽ, അപ്പം മുഅന്നസായിട്ട് പരിഗണിക്കും. യാഖൂബ് യാ ഉസ്താദു ഇൻദി സുആലുൻ ലൈസത് ലഹു അലാഖത്തുൻ ബിദ്ദർസ്. ഉസ്താദെ, എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് പാഠമായിട്ട് ഒരു ബന്ധവുമില്ല. അലാഖ എന്ന് പറഞ്ഞാൽ ബന്ധം. അൽ മുദരിസ് മാ ഹുവ, അതെന്താണ്? യാഖൂബ് ഖറഅതു ഫീ കിതാബിൻ അന്ന അൻ-നുജൂമ അബ്അദു മിന അശ്-ശംസി. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു നക്ഷത്രങ്ങൾ സൂര്യനെക്കാട്ടും കൂടുതൽ ദൂരമുള്ളതാണ്. അസഹീഹുൻ ഹാദാ, ഇത് ശരിയാണോ? അബ്അദ് എന്ന് പറയുമ്പോൾ ബഈദിന്റെ ഇസ്മു തഫ്ദീലാണ്. ബഈദ് അബ്അദ്, കബീർ അക്ബർ, സഗീർ അസ്ഗർ വഹകദ. അൽ മുദരിസ് നഅം ഹാദാ സഹീഹ്, അതെ ഇത് ശരിയാണ്. മിമ്മ ഖലഖ അല്ലാഹു അൽ ഇൻസാന യാ ഉസ്മാൻ. അല്ലാഹു മനുഷ്യനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഉസ്മാനെ? അപ്പോൾ ഉസ്മാൻ പറഞ്ഞു ഖലഖ അല്ലാഹുൽ ഇൻസാന മിൻ തീൻ. അല്ലാഹു മനുഷ്യനെ കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മുദരിസ് പറഞ്ഞു അഹ്സൻത യാ ഉസ്മാൻ, വളരെ നല്ലത് ഉസ്മാൻ. വമിമ്മ ഖലഖ അല്ലാഹുൽ ജാന യാ അബൂബക്കർ. ജിന്നുകളെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഓ അബൂബക്കർ? അപ്പോൾ അബൂബക്കർ പറഞ്ഞു ഖലഖ അല്ലാഹുൽ ജാന മിൻ നാർ. അല്ലാഹു ജിന്നുകളെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അൽ മുദരിസ് കൈഫ അറഫ്ത ദാലിക യാ അബൂബക്കർ. നിനക്ക് അത് എങ്ങനെയാണ് അറിഞ്ഞത് ഓ അബൂബക്കർ? അറഫ എന്ന് പറഞ്ഞാൽ അറിയുക. അബൂബക്കർ അറഫ്തു ദാലിക മിനൽ ഖുർആനിൽ കരീം. അത് ഖുർആനിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഫജാഅ ഫീ സൂറത്തുൽ അഅറാഫ് അന്ന ഇബ്ലീസ ഖാല ലില്ലാഹ്. സൂറത്തുൽ അഅറാഫിൽ വന്നിട്ടുണ്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു അന ഖൈറും മിൻഹു, ഞാൻ അവനെക്കാട്ടും ഉത്തമം ശ്രേഷ്ഠതയുള്ളവനാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നും വഖലഖതഹു, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് അബൂബക്കർ മനസ്സിലായി അന്നൽ ജാന്ന ഖുലിഖത് മിൻ നാർ, ജിന്നുകൾ തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അധ്യാപകർ അഹ്സൻത യാ അബൂബക്കർ, വളരെ നല്ലത് അബൂബക്കർ. കം സമാഅൻ ഖലഖ അല്ലാഹു യാ അബ്ദുല്ലാഹ്. അല്ലാഹു എത്ര ആകാശങ്ങളെയാണ് സൃഷ്ടിച്ചത്? കം സമാഅൻ. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഖലഖ അല്ലാഹു സബഅ സമാവാതിൻ. അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. അൽ മുദരിസ് വഫീ കം യൗമിൻ ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ യാ അബ്ദുറഹ്മാൻ. എത്ര ദിവസങ്ങളാണ് അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അബ്ദുറഹ്മാൻ. ഇവിടെ സാധാരണ കം യൗമൻ, കം സമാഅൻ, കം താലിബൻ എന്നുള്ള രീതിയിൽ ചോദിക്കും. എന്ന് വെച്ചാൽ കമ്മിന് ശേഷം വരുന്ന വാക്ക് മുഫ്രദും മൻസൂബുമാവും. ഇവിടെ യൗമിൻ വരാൻ കാരണം ഫീ വന്നതുകൊണ്ട് ഫീ കം യൗമിൻ. അപ്പോൾ അബ്ദുറഹ്മാൻ ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ ഫീ 6 അയ്യാം. അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചു. അപ്പോൾ മുദരിസ് ഹാദാ സഹീഹ്, ഇത് ശരിയാണ്. ഖാല അല്ലാഹു തആല ഫീ കസീരി മിനൽ ആയാതി ഇന്നഹു ഖലഖ 7 സമാവാത്. അല്ലാഹു തആല കുറേ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് അവൻ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. ഫഖാല ഫീ സൂറത്തി ത്വലാഖ്, സൂറത്ത് ത്വലാഖിൽ പറഞ്ഞു അല്ലാഹു അല്ലദീ ഖലഖ 7 സമാവാത്. അല്ലാഹു അല്ലദീ ഖലഖ 7, അല്ലാഹു ആണ് 7 ആകാശങ്ങൾ സൃഷ്ടിച്ചത്. وكذلك قال في كثير من الآيات إنه خلق السماوات والأرض في 6 أيام. അതേപോലെ കുറേ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നഹു ഖലഖ അസ്സമാവാതി വൽ അർദ, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചു. ഫഖാല ഫി സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹദീദ് പറഞ്ഞു ഹുവല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ ഫി 6 അയ്യാം, അവനാണ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചത്. ഫി ഹാദിഹിൽ ലഹ്ദതി റന്നൽ ജറസു വഖറജൽ മുദരിസു മിനൽ ഫസ്ലി. ഈ നിമിഷം ബെല്ലടിച്ചു, റന്നൽ ജറസു വഖറജൽ മുദരിസു മിനൽ ഫസ്ലി, അധ്യാപകൻ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തുപോയി.